ഹായ് ഓൾ, വെൽക്കം ടു SCERT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ്. സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്താണ് നോക്കാം. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണിത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1949 നവംബർ 25. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന ഡേറ്റ് എന്താണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് എത്ര പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു? അദ്ദേഹം 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന രൂപീകരണ വേളയിൽ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 389. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അംഗങ്ങളുടെ എണ്ണം 299 കുറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളെയും മാർഗനിർദ്ദേശക തത്വങ്ങളായും നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ്. അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. നോക്കാം. നെക്സ്റ്റ് പറയുന്നത് അവകാശങ്ങൾ എന്നാൽ എന്താണെന്ന്. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതിനായിട്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ചില പരിമിതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പു നൽകുന്നു. അപ്പോൾ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതിനായിട്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മൗലികാവകാശം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താ നോക്കാം. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായിട്ട് കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായിട്ട് കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളായിട്ട് സുപ്രധാന അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യത്യാസപ്പെടുന്നതിന് കാരണം ഓരോ രാജ്യങ്ങളിലെയും സാഹചര്യങ്ങളാണ്. മനസ്സിലായോ? വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളായി സുപ്രധാന അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യത്യാസപ്പെടുന്നതിന് കാരണം എന്താ? ഓരോ രാജ്യങ്ങളിലെയും സാഹചര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ടാണ്.
മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിന് വഴി തെളിയിച്ചത് മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ്. അവ എന്തൊക്കെയാണ് നോക്കാം. മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങളേതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കൂ. മൗലികാവകാശങ്ങളുടെ നാൾവഴികളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയുടെ വർഷം 1215 മാഗ്ന കാർട്ട ഒപ്പുവെപ്പിച്ചത്. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ്? മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ടയുടെ വർഷം 1215. നെക്സ്റ്റ് ആണ് അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. 1789. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ വർഷം 1789. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക 1789. അതേ വർഷം തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ 1789. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. നെക്സ്റ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ്. അപ്പോൾ മാഗ്ന കാർട്ടയുടെ വർഷം 1215. അമേരിക്കൻ അവകാശ പത്രികയുടെ വർഷമാണ് 1789. 7-8-9 1789. സെയിം വർഷം തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം ഏതാണ്? അത് 1948. 1948. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അമേരിക്കൻ അവകാശ പത്രിക അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ്, അതായത് ബിൽ ഓഫ് റൈറ്റ്സിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായിട്ട് സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അമേരിക്കൻ അവകാശ പത്രികയാണ് നമ്മൾ പറയുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ്, അതായത് ബിൽ ഓഫ് റൈറ്റ്സിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായിട്ട് സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അമേരിക്കൻ അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ബിൽ ഓഫ് റൈറ്റ്സിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? മതവിശ്വാസത്തിനുള്ളത്, അഭിപ്രായ പ്രകടനത്തിനുള്ള, മാധ്യമ പ്രവർത്തനത്തിനുള്ളത്, സമാധാനപരമായിട്ട് സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ചാണ്. ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യത ഉള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂന്നും ഈ പ്രഖ്യാപനം പറയുന്നു.
അപ്പോൾ ഫ്രാൻസിൽ മനുഷ്യാവകാശ പ്രഖ്യാപിച്ചത് എവിടെയാണ്? 1789 ദേശീയ അസംബ്ലിയിൽ കേട്ടോ. 1789 ദേശീയ അസംബ്ലിയിലാണ്. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗത കൂട്ടായതുമായ അവകാശങ്ങളാണ് ഈ രേഖ പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങൾ തുല്യതയുള്ളവരുമാണ്. സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായി റിവൈസ് ചെയ്യാം. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയ അവകാശ രേഖകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പറഞ്ഞത് മാഗ്ന കാർട്ട അല്ലേ, മാഗ്ന കാർട്ട. പിന്നെ മാഗ്ന കാർട്ടയുടെ വർഷം ഏതായിരുന്നു? 1815. മാഗ്ന കാർട്ട എന്നതിൻ്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം എന്നാണ് മാഗ്ന കാർട്ടയുടെ മീനിങ്. വലിയ പ്രമാണം എന്നാണ്. മാഗ്ന കാർട്ട മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവാണ് ജോൺ രാജാവ്. വർഷം 1215. മാഗ്ന കാർട്ടയുടെ സ്വാധീനത്തിൽ ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട അവകാശ രേഖകൾ ഏതൊക്കെയായിരുന്നു? അവകാശ രേഖകളാണ് ഇംഗ്ലണ്ടിലെ പെറ്റീഷൻസ് ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് മാഗ്ന കാർട്ടയുടെ സ്വാധീനത്തിൽ ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട അവകാശ രേഖകൾ. പിന്നെ അമേരിക്കൻ അവകാശ പത്രികയുടെ വർഷം ഏതായിരുന്നു? അമേരിക്ക അവകാശ പത്രികയുടെ വർഷമാണ് 1789. 1789. ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1789 കേട്ടോ. 1789. ഓക്കെ. അപ്പോൾ മാഗ്ന കാർട്ട, അമേരിക്കൻ അവകാശ പത്രിക, ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം, UN സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങളാണ്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ സ്വാധീനിച്ച ഘടകങ്ങളാണ് കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ, ലോക സാഹചര്യങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ, മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശങ്ങൾ. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പാർട്ട് 3 മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. അപ്പോൾ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമങ്ങളാണ്. നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമങ്ങളാണ്. നിലവിലെ മൗലികാവകാശങ്ങൾ എത്ര ഉണ്ട്? 6 മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്ന നിലവിൽ മൗലികാവകാശങ്ങൾ 6 ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 6 മൗലികാവകാശങ്ങൾ പറഞ്ഞില്ല, അത് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം,
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിൻ്റെ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 23, 24. ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ആർട്ടിക്കിളാണ് 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായിട്ട് പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? 6 അവകാശങ്ങളാണ് നിലവിലെ മൗലിക അവകാശങ്ങൾ 6 ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റാണ് സമത്വത്തിനുള്ള അവകാശം. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പാക്കുന്ന അവകാശമാണ് റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം. മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല എന്ന് ഈ അവകാശത്തിൽ പ്രതിപാദിക്കുന്നു. ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പു നൽകുന്നു. ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നവ പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണ് പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിനു കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ വ്യക്തിജീവിതത്തെ സുരക്ഷിതമാക്കുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെയും യുക്തിസഹമായ നിയന്ത്രണങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അനുച്ഛേദം 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതിൽ 19 1A 19 1A ആണ്. 19 1A ആണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത്താണ് സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിൻ്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 1B. ആർട്ടിക്കിൾ 19 1B ആണ് സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത്താണ് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിൻ്റെ ആർട്ടിക്കിൾ 19 1C ആണ്. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 19 1C. അപ്പോൾ അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം 19 1A. സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം 19 1B. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം 19 1C ആണ്. ഇനി ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അതിൽ ആർട്ടിക്കിൾ എത്രയാണ്? 19 1D ആണ്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് 19 1D ആണ്. ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം പറയുന്നത് 19 1E. സ്ഥിരമായിട്ട് ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ ആർട്ടിക്കിൾ
19 1 ഇ ആണ്. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19 1 ജി. ജി എന്നുള്ളത് ജോലി. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19 1 ജി ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ചാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. പാർലമെന്റ് ഈ നിയമം അംഗീകരിച്ചത് 2009 2009 പാർലമെന്റ് ഈ നിയമം അംഗീകരിച്ചത്. പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിലാണ്. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ചൂഷണത്തിന് എതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത് അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുന്നു. എല്ലാവിധ അടിമ ജോലികളെയും കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? അത് 23 ആണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിലെ വിവിധ മതവിശ്വാസികൾ വസിക്കുന്നുണ്ട്. മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ സഹവർത്തിത്വം സാധ്യമാകൂ. ഓരോരുത്തർക്കും സ്വന്തം മതവിശ്വാസങ്ങൾ അനുവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പരസ്പര ബഹുമാനത്തിനും സഹവർത്തിത്വത്തിനും വഴിയൊരുക്കുന്നു. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. മതസ്വാതന്ത്ര്യം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ സവിശേഷത എന്താണ്? മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ സവിശേഷത. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളതും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷം. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകമോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളതും പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവയുമായ ജനവിഭാഗമാണ് ന്യൂനപക്ഷം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ട് അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്ക് സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. ഇത് പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികപരവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്.
അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിക്കുവാനും സാധിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ, ലിംഗ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ, ലിംഗ ന്യൂനപക്ഷങ്ങൾ, മത ന്യൂനപക്ഷങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് റിട്ടുകളിലൂടെയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് റിട്ടുകളിലൂടെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ വകുപ്പ് ഏതാണ്? സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ആർട്ടിക്കിളാണ് 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണെങ്കിൽ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. ഓക്കെ, അപ്പം നെക്സ്റ്റ് പറയുന്നത് റിട്ടുകളെ കുറിച്ചാണ്. റിട്ടുകൾ പലവിധമുണ്ട്. റിട്ടുകൾ എന്നാൽ എന്താണ്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളാണ് റിട്ടുകൾ. ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് റിട്ടുകളിലൂടെയാണ്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 റിട്ടുകളാണ് ഉള്ളത്. 5 റിട്ടുകൾ പഠിക്കാം. ഫസ്റ്റ് ഇതാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ആണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. നെക്സ്റ്റ് പ്രൊഹിബിഷന്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷന്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷന്. നെക്സ്റ്റ് ആണ് കോവറാൻഡോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവറാൻഡോ. സെർഷ്യോററി. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. അപ്പോൾ റിട്ടുകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റിട്ടുകൾ 5 വിധത്തിലാണുള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കുന്നതായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്നത് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ. അപ്പോൾ റിട്ടുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവിന് ഏതാണ്? അത് ഏതില്ല? സെർഷ്യോററിയാണ്.
ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവേദ അത് ക്വോ വറാൻഡോ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണെങ്കിൽ അത് പ്രൊഹിബിഷനാണ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാത്തത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കുന്നതായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ജസ്റ്റ് ചോദിക്കാം, മൗലികാവകാശങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതിനാ? മൗലികാവകാശങ്ങൾ ഏറ്റവും പ്രാധാന്യമേറിയത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് അഭിപ്രായപ്പെട്ടതാരാ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ബാക്കി നെക്സ്റ്റ് സെക്ഷനായിട്ട് ചെയ്യാം. താങ്ക്